ഫൈസൽ മൗലവി വിഷയാവതരണത്തിന് വേണ്ടി തുടങ്ങിയപ്പോൾ സംവാദം വീക്ഷിക്കുന്ന ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു ഒരുപാട് തെളിവുകൾ വരും. കാരണം നബിദിനാഘോഷം അനിസ്ലാമികമാണ്, അത് ദുരാചാരമാണ് എന്നതാണല്ലോ അവരുടെ വാദം. അപ്പോൾ നബിദിനാഘോഷം ദുരാചാരമാകുന്നു എന്ന് സ്ഥിരപ്പെടുത്താൻ ധാരാളം ആയത്തുകൾ ഓതും, ഒരുപാട് ഹദീസുകൾ കേൾപ്പിക്കും, ഒരുപാട് രേഖകൾ സമർപ്പിക്കും. മാത്രമല്ല നബിദിനാഘോഷം പുണ്യകർമ്മമാകുന്നു എന്ന നമ്മുടെ വാദത്തെ പൊളിക്കുന്നതിന് വേണ്ടി, അതിനെ ബാത്തിലാക്കുന്നതിന് വേണ്ടി അതിനും ഒരുപാട് ആയത്തുകളോതും, ഹദീസുകൾ പറയും, ഒരുപാട് തെളിവുകൾ പറയുമെന്നായിരുന്നു. എന്നാൽ കേവലം ഒരു കവലപ്രഭാഷണം, അവരുടെ വാദത്തെ സ്ഥിരപ്പെടുത്തുന്ന ആയത്തുകളില്ല. ഇന്നും യൂട്യൂബ് പരിശോധിച്ചാൽ ഫൈസൽ മൗലവിയുടെ വിഷയാവതരണം ഉൾപ്പെടെയുള്ള സംവാദം കംപ്ലീറ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. അവരുടെ വാദങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ആയത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് സുന്നി വാദത്തിന്റെ അത് നിരർത്ഥകമാകുന്നു എന്ന അവരുടെ വാദം സ്ഥിരപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ആയത്തോ ഏതെങ്കിലും ഒരു ഹദീസോ ഒന്നുമില്ലാതെ കേവലം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായിട്ടുള്ള ചില സംവാദങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കേവലം ഒരു കവലപ്രഭാഷണം എന്ന രൂപത്തിലായിരുന്നു ആ സംവാദത്തിന്റെ ഫസ്റ്റ് ഘട്ടം വിഷയാവതരണം ഫൈസൽ മൗലവി നടത്തിയത്. അതിനുശേഷം ഇസ്തിഖാമയുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ ശിഹാബുദ്ദീൻ അൻവരി നെടുങ്ങോട്ടൂർ വിഷയാവതരണം നടത്തി. വളരെ കൃത്യമായിക്കൊണ്ട് 15 മിനിറ്റാണ് വിഷയാവതരണം. വളരെ കൃത്യമായിക്കൊണ്ട് നബിദിനാഘോഷം പുണ്യകർമ്മമാണ്, ഖുർആൻ കൊണ്ട്, ഹദീസുകളെ കൊണ്ട്, മഹാന്മാരുടെ ഇബാറത്തുകൾ വായിച്ചുകൊണ്ട്, അതോടൊപ്പം നബിദിനാഘോഷം ദുരാചാരമാകുന്നു എന്ന വഹാബി വാദം ശരിയല്ല, അതിനും കൃത്യമായ തെളിവുകൾ. വിഷയാവതരണം നമ്മൾ കേട്ടതാണല്ലോ. പ്രിയപ്പെട്ട ശിഹാബുദ്ദീൻ അൻവരി നെടുങ്ങോട്ടൂർ 2 ആയത്തുകൾ ഓതി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതുപോലെ തന്നെ മറ്റൊരായത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താകുന്നു. പരിശുദ്ധ ഖുർആൻ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ. ഈ 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ ഓതി നമ്മുടെ സ്വന്തം വക വിശദീകരണമല്ല, വ്യാഖ്യാനമല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ശിഹാബുദ്ദീൻ അൻവരി വിശദീകരിച്ചു. ഏറ്റവും പ്രാമാണികവും പൗരാണികവുമായ മുഫസ്സിറുകളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കണേ എന്ന് പറയുമ്പോൾ ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു എന്ന് ഏറ്റവും പ്രാമാണികരും സ്വീകാര്യരുമാകുന്ന മുഫസ്സിറുകളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ വിഷയാവതരണം എത്ര കൃത്യമാണ്. അതോടുകൂടി വിഷയം തീർന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ. അതേ സന്തോഷം തന്നെയാണ്, ആ ആഘോഷം തന്നെയാണ്, അതേ നടപടിയാണ് നമ്മുടെ നബിദിനാഘോഷ പരിപാടികൾ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് സന്തോഷിക്കുക. ഏതാണ് ഈ റഹ്മത്ത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇത് കൃത്യമായി കൊണ്ട് പറഞ്ഞു. എന്നാൽ സംവാദത്തിന്റെ ചോദ്യോത്തര വേളകളിലും 2 സെഷനിലും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഉദ്ധരിച്ച ഈ ആയത്ത്, തെളിവിന് വേണ്ടി നമ്മൾ പറഞ്ഞ ഈ ആയത്തിന് നമ്മൾ കൊണ്ടുവന്ന തഫ്സീറുകൾ, ആ തഫ്സീറുകളെ കുറിച്ചോ ഈ ആയത്തിനെ കുറിച്ചോ കൃത്യമായി കൊണ്ട് എന്തെങ്കിലും പറയാൻ ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള മുജാഹിദുകൾക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശത്തിന്റെ ഭദ്രതയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശ വിശുദ്ധിയുടെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ്. അവരുടെ അടുത്ത ചോദ്യം, അവർ കാര്യമായി കൊണ്ട് ഈ മുജാഹിദുകൾ, വഹാബികൾ സംവാദത്തിലാണെങ്കിലും മറ്റ് പ്രഭാഷണങ്ങളിലാണെങ്കിലും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ, ഇത് നബിദിനാഘോഷത്തിന് തെളിവാകുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആഘോഷിക്കുക, ഇത് ഖുർആന്റെ ആജ്ഞയാണ്, ഇത് ഖുർആന്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ, എന്നാൽ ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഈ പരിശുദ്ധമായ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
ഏതെങ്കിലും സഹാബിമാരോ അതുപോലെയുള്ളവരോ നബിദിനാഘോഷത്തിന്റെ തെളിവാണിത് എന്ന് പറയുകയും ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. കേൾക്കുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധമായ ദീനിന്റെ ഉസൂലിനെ കുറിച്ച്, അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് അത്ര തന്നെ ധാരണയില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കും, ശരിയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അവർ ചോദിച്ച ചോദ്യം ശരിയാണല്ലോ, കാര്യമാണല്ലോ എന്ന്. അവരുടെ ചോദ്യം എന്താ? സംവാദത്തിന്റെ പല സന്ദർഭങ്ങളും അവർ ചോദിച്ചതാ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം, ആ സന്തോഷത്തിന്റെ ഭാഗമാണ് നബിദിനാഘോഷം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ, നബിദിനം ആഘോഷിക്കൽ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ പക്ഷത്തു നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുജിത്തബ ഫൈസി ആനക്കരയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ജസീൽ കമാലി ഫൈസിയുടെ നേതൃത്വത്തിൽ, അമീർ ഹുസൈൻ ഹുദവിയുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട അബൂ താഹിർ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള, ബഹുമാനപ്പെട്ട വഹാബ് ഹൈതമി ഉസ്താദിന്റെ, ഷൗക്കത്ത് ഫൈസിയുടെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ശക്തരായ ഉസ്താദുമാർ, ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ നിവർത്തി പിടിച്ചുകൊണ്ട് വഹാബികളോട്, ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ആളുകളോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ച്, നിങ്ങളുടെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, സൂറത്തു ആലി ഇംറാനിലെ പരിശുദ്ധമായ ആയത്ത്. ഈ ആയത്താണ് സംഘടനയുണ്ടാക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് തെളിവ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. വൽതകും മിൻകും, നിങ്ങളിൽ ഉണ്ടായിക്കൊള്ളട്ടെ, ഉമ്മത്തുൻ, ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, യദ്ഊന ഇലൽ ഖൈർ, അവർ ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം. ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട്, മഅറൂഫ് കൊണ്ട് കൽപ്പിക്കുകയും മുങ്കറാത്തുകളെ കൊണ്ട് നഹി ചെയ്യുകയും ചെയ്യുന്ന നന്മ തിന്മകളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു ഉമ്മത്ത് നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന സൂറത്തു ആലി ഇംറാനിലെ ആയത്ത്. ഈ ആയത്താണ് ഞങ്ങൾക്ക് സംഘടനയുണ്ടാക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും തെളിവ് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും താബിഈങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാൻ സംഘടനയുണ്ടാക്കിയിട്ടുണ്ടോ? ജംഇയ്യത്തുൽ ഉലമയുണ്ടാക്കിയോ? കേന്ദ്രം ഉണ്ടാക്കിയതുപോലെ അവർ ഏതെങ്കിലും ഒരു സംഘടനയുണ്ടാക്കിയോ? യുവാക്കൾക്കുള്ള, വിദ്യാർത്ഥികൾക്കുള്ള, ബഹുജനങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു സംഘടന? അവർ ഈ ആയത്തിനെ മനസ്സിലാക്കിയവരല്ലേ, പഠിച്ചവരല്ലേ? എന്തായിരുന്നു അവരുടെ ചോദ്യം? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഇതാണ് നമ്മുടെ തെളിവായിക്കൊണ്ട് സംവാദത്തിൽ നമ്മൾ കാര്യമായിക്കൊണ്ട് പറഞ്ഞ ആയത്തുകളിൽ ഒന്ന്. അവരുടെ ചോദ്യം ഇതായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സഹാബി നബിദിനാഘോഷം പുണ്യകരമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ്. നമ്മുടെ പണ്ഡിതന്മാർ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം നിങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്, നിങ്ങൾ ബോധ്യപ്പെടുത്തി തരേണ്ടതുണ്ട്. സംഘടനയുണ്ടാക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും തെളിവായിക്കൊണ്ട് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ ഉന്നയിച്ച ആയത്ത്, നിങ്ങൾ പറഞ്ഞ ആയത്ത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ എന്ന സൂറത്ത് ആലി ഇംറാനിൽ ആയത്താണ്. ഈ ആയത്ത് മനസ്സിലാക്കിയവരല്ലേ സഹാബിമാർ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, താബിഈങ്ങൾ. അവർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുന്നത് പോലെ അവർ സംഘടനയുണ്ടാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് സഹാബിമാർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണമെന്ന നിങ്ങളുടെ ആ തത്വം ശരിയല്ല എന്ന ആ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം നമ്മൾ അവരുടെ മുന്നിൽ സമർത്ഥിക്കുകയും അവർ അതിൻ്റെ മുന്നിൽ കൃത്യമായി കൊണ്ട് ഉത്തരം മുട്ടുകയും ചെയ്യുന്ന സന്ദർഭമായിരുന്നു. നമ്മൾ പറഞ്ഞു, പരിശുദ്ധമായ ദീനിൽ ഒരു കാര്യത്തെക്കുറിച്ച് സൽക്കർമ്മമെന്ന് പറയണമെങ്കിൽ, ദുരാചാരമെന്ന് പറയണമെങ്കിൽ കൃത്യമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യത്തെക്കുറിച്ച് ബിദ്അത്ത് എന്ന് പറയുക, ഒരു കാര്യത്തെക്കുറിച്ച് സുന്നത്ത് എന്ന് പറയുക. കേവലം മുമ്പുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മുമ്പുണ്ടായി എന്നുള്ളത് കൊണ്ട് സുന്നത്തും മുമ്പുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ബിദ്അത്തും
ഇതല്ല ബിദ്അത്തിന്റെയും സുന്നത്തിന്റെയും ഇടയിലുള്ള മാനദണ്ഡം. ബിദ്അത്തിന്റെയും സുന്നത്തിന്റെയും ഇടയിലുള്ള സദാചാരത്തിന്റെയും ദുരാചാരത്തിന്റെയും ഇടയിലുള്ള മാനദണ്ഡം പരിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമാണോ അല്ലേ എന്നുള്ളതാണ്. ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ നബിദിനാഘോഷം എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിധേയമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട്. കേവലം മുൻകാലത്തുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യത്തെക്കുറിച്ച് അത് ദുരാചാരമാകുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ആ സംവാദത്തിന്റെ ചോദ്യോത്തര വേളകളിൽ, ചോദ്യങ്ങളുടെ സന്ദർഭങ്ങളിലും ഉത്തരങ്ങളുടെ സന്ദർഭങ്ങളിലും പല തവണകളായിക്കൊണ്ട് അവരെ കേൾപ്പിച്ചു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക, ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവരിക. പുതിയ കാര്യമെന്ന് പറയുമ്പോഴേക്ക് അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദീനീ ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട്, ദീനീ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നില്ലേ? നമ്മൾ മാത്രമല്ലല്ലോ, വഹാബികളും സംഘടിപ്പിക്കുന്നുണ്ട്. മൈക്ക് വെച്ചുകൊണ്ട്, സ്റ്റേജ് കെട്ടിക്കൊണ്ട്, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എന്തൊക്കെ ഇഷ്ടംപോലെ അറബി കോളേജുകൾ, മദ്രസകൾ, സിലബസുകൾ, പരീക്ഷകൾ, മനോഹരമായ പള്ളികൾ, ഇതെല്ലാം തന്നെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപടി പ്രവർത്തിച്ചതാകുന്നു എന്ന് പറയാൻ ഒക്കുമോ? മഹാന്മാരാകുന്ന സഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരാകുന്ന സഹാബിമാരൊക്കെ ഇന്നീ കാണുന്ന രൂപത്തിലുള്ള ദീനീ പ്രചരണ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ നിർവഹിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ തർക്കമില്ലാതെ വഹാബികളാണെങ്കിലും നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നില്ലേ? എന്താ കാരണം? പരിശുദ്ധ ദീനിൽ ഒരു പ്രമാണമുണ്ട്. എന്താണ് ആ പ്രമാണം? ഖുർആന്റെ പിന്തുണയുണ്ടാവുക, ഹദീസിന്റെ പിന്തുണയുണ്ടാവുക, മഹാന്മാരാകുന്ന സഹാബത്തിന്റെ അസറിന്റെ പിന്തുണയുണ്ടാവുക. അതാണല്ലോ നമ്മൾ പറഞ്ഞത്, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ പിന്തുണ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ പുണ്യകർമ്മമാണ്. അതിനെ നിരാകരിക്കാൻ പറ്റൂല, ദുരാചാരമെന്ന് പറഞ്ഞുകൂടാ. അവിടെയാണ് നബിദിനാഘോഷം എന്ന വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, വഹാബീസത്തിന്റെ ആശയ സ്രോതസ്സാണല്ലോ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ മാറ്റി നിർത്തിയാൽ പിന്നെ വഹാബീസമുണ്ടോ? ആ സാക്ഷാൽ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അവിടെ സമർത്ഥിച്ചു. ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട്, കേവലം പുതുതായി എന്നുള്ളത് കൊണ്ട് മാത്രം തള്ളപ്പെടാവുന്നതല്ല, കേവലം പുതുതാകുന്നു, പുതിയ വിഷയമാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രമാണങ്ങൾക്കെതിരാവണം. പ്രമാണങ്ങൾക്കെതിരാകുമ്പോൾ മാത്രമേ അത് ബിദ്അത്താകുന്നു എന്ന്, മുങ്കറാത്തിൽപ്പെട്ടതാകുന്നു, തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ സംവാദത്തിന്റെ വിഷയാവതരണം മുതൽക്ക് ഓരോ ഘട്ടങ്ങളും നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വാദങ്ങളെ, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വാദങ്ങളെ കൃത്യമായി കൊണ്ട് സമർത്ഥിക്കാനും നമ്മുടെ സമർത്ഥനങ്ങൾക്ക് മുന്നിൽ ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ടീം ഉത്തരം മുട്ടുകയും ചെയ്യുന്ന, അതോടൊപ്പം ദുരാചാരമാകുന്നു എന്ന വാദത്തിന് ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു ഹദീസ്, പ്രാമാണികമായ എന്തെങ്കിലും ഒരു തെളിവ് അവരെ കൊണ്ട് സമർത്ഥിക്കാൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയാവതരണത്തിലും ശേഷമുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് അവരെ കേൾപ്പിച്ച, ബോധ്യപ്പെടുത്തിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഇതിൻ്റെ എല്ലാം തന്നെ മർമ്മം? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തർക്കത്തിൻ്റെ മർമ്മം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നബിദിനാഘോഷം പുണ്യകർമ്മമാകുന്നു എന്ന് സുന്നികൾ. നബിദിനാഘോഷം പാടില്ല. ഇതിന് ലളിതമായ ഭാഷയുണ്ട്. വളരെ ലളിതമായി ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശദീകരണമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തെ പറഞ്ഞുകൊണ്ട്, അവിടുത്തെ ഓർത്തുകൊണ്ട് സന്തോഷിക്കണോ വേണ്ടേ, ആഘോഷിക്കണോ വേണ്ടേ? ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും അവിടുത്തെ വലിപ്പവും ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമേ, അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നബിദിനാഘോഷത്തിന്റെ പൊരുൾ, നബിദിനാഘോഷം പുണ്യകർമ്മമാകുന്നു എന്നുള്ളതിനെയും അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് പ്രശ്നം. മഹാന്മാരാകുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ഇമാമിയങ്ങൾ, ആ ഇമാമിയങ്ങളുടെ ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അവിടെ വിശദീകരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഈ കാര്യങ്ങളൊക്കെ സമർത്ഥിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി തെളിവില്ലാത്തതല്ല പ്രശ്നം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ അംഗീകരിക്കാൻ വഹാബികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
എപ്പോഴും ഒരു ബിദ്അത്തിന്റെ വഹാബീസമാണെങ്കിലും മൗദൂദിസമാണെങ്കിലും തബ്ലീഗ് ജമാഅത്താണെങ്കിലും മറ്റേത് ബിദ്അഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന വിഷയം അതായിരിക്കും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണല്ലോ വിഷയാവതരണത്തിൽ പ്രിയപ്പെട്ട ശിഹാബുദ്ദീൻ അൻവരി നെടുങ്ങോട്ടൂർ കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് നബിദിനാഘോഷം പുണ്യകർമ്മമാകുന്നു, അത് നല്ല കാര്യമാകുന്നു എന്ന് അംഗീകരിക്കാൻ സാധിക്കൂല. കാരണം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ മഹാനായ കുട്ടി, ആ കുട്ടിയുടെ ജനനം, ആ ജനനത്തെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ? നമ്മുടെ വീടുകളിൽ ഒരു സത്യവിശ്വാസിയുടെ നാവ് കൊണ്ട് പറയുമ്പോൾ തന്നെ ഭയക്കേണ്ടുന്ന കാര്യം, ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പറ്റാത്ത ചിന്ത, അതല്ലേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമൂഹത്തെ പഠിപ്പിച്ചത്? എന്താ വഹാബികളോട് പറഞ്ഞത്? നമ്മുടെ സംവാദത്തിൽ കൃത്യമായി കൊണ്ട് അവരെ വായിച്ചു കേൾപ്പിച്ചു. ക മ എന്നൊരക്ഷരം ഫൈസൽ മൗലവിയോ കൂടെയുള്ള ആളുകളോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയണേ, ഫൈസൽ മൗലവി വഹാബി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ട് ഇഷ്ടംപോലെ സംവാദങ്ങൾ നടത്തി പരിചയമുള്ള വ്യക്തിയാണ്. അതുപോലെയുള്ള പരിചയ സമ്പന്നരായ ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പരിചയ സമ്പത്തോ അവരുടെ സംഘടനാ പാഠവമോ ഒന്നും തന്നെ ആ സംവാദത്തിൽ അവർക്ക് കാണിക്കാനോ പ്രകടിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ വിഷയാവതാരകൻ കൃത്യമായി കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നബിദിനാഘോഷം അംഗീകരിക്കാൻ സാധിക്കൂല. കാരണം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പശു പ്രസവിച്ചൊരു കുട്ടിയുണ്ടാകും, അതെങ്ങനെയാണോ ആ രൂപത്തിൽ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ച് വഹാബി ഭാഷയാണ്. നമ്മുടെ വീട്ടിലുള്ള പശു പ്രസവിച്ചാൽ എന്താണ് അവസ്ഥ? ആ രൂപത്തിൽ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പിൽ, നമ്മുടെ തോട്ടത്തിലുള്ള ഒരു തെങ്ങിൽ തേങ്ങയുണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? ഈ രൂപത്തിലാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വീട്ടിലുള്ള ഒരു പശു, ആ പശു പ്രസവിക്കുമ്പോൾ എങ്ങനെ? ഒരു തെങ്ങിൽ തേങ്ങയുണ്ടാകുമ്പോൾ എങ്ങനെ? ഈ രൂപത്തിലാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട ജനനത്തെക്കുറിച്ച് വഹാബികൾ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആഘോഷത്തെ അവർക്ക് ഉൾക്കൊള്ളാനും അത് പുണ്യകർമ്മമാണെന്ന് പറയാനും സാധിക്കുക? ഇവിടെയാണ് വിഷയം. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആ സംവാദത്തിലും ഇതുപോലെയുള്ള ഒരു രംഗമുണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് വഹാബികൾ ഉത്തരം മുട്ടുന്ന, അവർ വെള്ളം കുടിക്കുന്ന ആ ദയനീയമായ രംഗം നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾ എന്തെങ്കിലും സിന്ദാബാദ് വിളിക്കലല്ല, ആ പ്രതികരണങ്ങൾ കൂക്കുവിളി ഉണ്ടാക്കലല്ല. ഒരു മുഅ്മിൻ ഈമാനികമായി സന്തോഷിക്കുമ്പോൾ അവന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ള പരിശുദ്ധമായ അല്ലാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധമായ വചനം. ഇത് സ്വാഭാവികമാണ്. ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു പ്രതികരണമാണിത്. സന്തോഷവേളകളിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകും. നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സംവാദത്തിൽ കൃത്യമായ ചോദ്യങ്ങളും വഹാബികളെ ഉത്തരം മുട്ടിക്കലും ഇതിങ്ങനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായപ്പോൾ നമ്മുടെ പ്രവർത്തകർ ആവേശത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അത് ഒരു ആദർശ വിജയത്തിന്റെ ഭാഗമാണ്, ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ്. ഹദീസുകളിലൊക്കെ സമാനമായ സംഭവങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, മറുഭാഗത്തെ നേതാവ് ഫൈസൽ മൗലവിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണത്തെ നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്, അതിനെ നേരിട്ടത് എന്നുള്ളതും സത്യവിശ്വാസികൾ, നിഷ്പക്ഷന്വേഷകർ ചിന്തിക്കേണ്ടതാണ്. ഈ തക്ബീറുകൾ കേട്ടപ്പോൾ ഫൈസൽ മൗലവിയുടെ പ്രതികരണം എന്താണെന്നറിയോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയറ് നിറഞ്ഞാൽ, ഭക്ഷണം കഴിച്ചാൽ ആരാണ് കൂക്ക് വിളിക്കുക, കൂക്ക് വിളിക്ക് ആരാണ് എന്ന് അറിയാമല്ലോ. ഇതായിരുന്നു ഫൈസൽ മൗലവിയുടെ. നമ്മുടെ സാധാരണ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ പറയും കുറുക്കന് എന്നൊന്നും ഫൈസൽ മൗലവി പറഞ്ഞിട്ടില്ലെങ്കിലും തക്ബീർ കേട്ടപ്പോൾ ആ തക്ബീറിനെ ഫൈസൽ മൗലവി സംവാദത്തിൽ അതിനെ വിലയിരുത്തിയത് ഇങ്ങനെയാണ്: വയറ് നിറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക, കൂക്ക് വിളിക്കുക ആരാണെന്ന് അറിയാമല്ലോ. തക്ബീർ കേട്ടപ്പോഴൊരു അസ്വസ്ഥത. അതെ,
അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള തക്ബീറാണെങ്കിലും ദിക്റാണെങ്കിലും സലാത്താണെങ്കിലും ഹദ്ദാദാണെങ്കിലും ഇതുപോലെയുള്ള മഹത്തുക്കളാണെങ്കിലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ഈ രൂപത്തിൽ മഹത്വത്തെ നിരാകരിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വഹാബീസത്തിന്റെ അടിസ്ഥാനം. അത് ഈ അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നബിദിനാഘോഷം ദുരാചാരമാകുന്നു എന്നുള്ള വാദത്തിന്റെ ഉത്ഭവം. അതല്ലെങ്കിൽ എങ്ങനെ പറയാൻ സാധിക്കും? ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്നൊരു പശു പ്രസവിച്ചാൽ എങ്ങനെ? ഖദീജ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹാ, മഹദിയായ ആ ഉമ്മയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരെക്കുറിച്ചല്ലേ ആ പറഞ്ഞിട്ടുള്ളത്? അവരെക്കുറിച്ച്, അതാണ് വഹാബിസം. അവരെക്കുറിച്ചല്ലേ ആ എഴുതിയിട്ടുള്ളത്? ഒരു പശു പ്രസവിച്ചാൽ എങ്ങനെ? ആരാണ് ഇവിടുത്തെ കുഞ്ഞ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരാണ് ആ കുഞ്ഞിന്റെ ഉമ്മ? മഹദി ആമിന റളിയല്ലാഹു അൻഹാ. ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു കുറവുകൾ ഉദ്ധരിക്കാൻ സാധിക്കുമോ ഈ രണ്ടുപേരെ കുറിച്ച്? തക്ബീറിന്റെ ശബ്ദം കേട്ടപ്പോഴോ അതേ വിലയിരുത്തൽ, അതേ നിരൂപണം. വയറ് നിറഞ്ഞാൽ കൂക്ക് വിളിക്കൽ ആരാണെന്നറിയുമോ? പ്രിയമുള്ളവരെ, ഈ നിരാകരണമാണ്, ഈ നിഷേധമാണ് വഹാബീസത്തിന്റെ ആകത്തുക. എൻ്റെ സംസാരം ദീർഘിച്ചെങ്കിൽ പ്രിയമുള്ള പണ്ഡിതന്മാരും സഹോദരങ്ങളും എന്നോട് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ വിശദമായിക്കൊണ്ട് ശേഷമുള്ള പണ്ഡിത മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ്, ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ഉസ്താദ്, അവരൊക്കെയാണല്ലോ ഇസ്തിഖാമയുടെ നേതൃത്വം. അവരുടെ നേതൃത്വത്തിലാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് ഇതുപോലെയുള്ള സംവാദങ്ങളും ഖണ്ഡന പ്രഭാഷണങ്ങളും ധാരാളം മുഖാമുഖങ്ങളും അതൊക്കെ സമസ്തയുടെ ആദർശ പ്രചരണ രംഗത്ത് നമുക്ക് വളരെ മുതൽക്കൂട്ടാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, പ്രവർത്തകർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.